തട്ടല്ലേ. ഹലോ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇത്രയും ദിവസം ഞാൻ വീഡിയോ ഇടായിരുന്നത് എനിക്ക് സൗണ്ട് എന്താ അറിയില്ല, പെട്ടെന്ന് സൗണ്ട് പോയി. ഇപ്പോൾ കുറച്ച് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇപ്പോൾ സമയം 8:20 ഞാൻ അപ്പോൾ വന്ന് കയറിയിട്ടേ ഉള്ളൂ. കരയല്ല പൊന്നെ. അപ്പം നമുക്ക് കുറേ പണികളുണ്ട്, അതാണ് ഇന്നത്തെ വീഡിയോ. കുറേ പണികൾ, നമുക്ക് സമയം കളണ്ട. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകട്ടോ. ഇവർ ഫുഡ് കിട്ടാത്തതുകൊണ്ട് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവർക്കെല്ലാം ഫുഡ് കൊടുത്തിട്ട് നമുക്ക് എന്ത് പണി തുടങ്ങാം. ഇല്ലെങ്കിൽ എനിക്ക് സമാധാനത്തിൽ സൗണ്ട് ഇടയ്ക്ക് പോകുന്നുണ്ട്. ഇവർക്ക് ഞാൻ ഗ്രേവി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഉച്ചക്കത്തെ ചോറിൽ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ കുഴച്ചിട്ട് അവർക്ക് അവരുടെ പ്ലേറ്റിലിട്ട് കൊടുത്തു. അവർ നല്ലപോലെ ഫുഡ് കഴിച്ചിട്ട്, അല്ലെങ്കിൽ എനിക്ക് സമാധാനം തരത്തില്ല. കഴിച്ചാലേ സമാധാനം തരില്ല, പിന്നെ ഇങ്ങനെ കഴിക്കാതിരുന്നാൽ അത്രയും സമാധാനം തരില്ല. പിന്നെ ഞാൻ കൈയൊക്കെ ഒന്ന് കഴുകിയിട്ട് എന്ത് ചെയ്തു, വേഗം ചോറ് വയ്ക്കാൻ നോക്കിട്ടോ. ആ കാലത്തെ അത് തന്നെ അരി അളന്നെടുത്തിട്ട് അത് തന്നെ കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നേരെ ഗ്യാസിൽ വെച്ചു. എന്നിട്ട് ഇനി കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെയാണ് കേട്ടോ. ഞാൻ നാട്ടിൽ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ അതിൻ്റേതായ കുറേ പരിപാടികളുണ്ട്. കുറച്ച് ഞാൻ എടുത്തതാണ്, ഇനി കുറച്ച് പരിപാടിയും കൂടി ഉണ്ട്. അപ്പോൾ അതിലൊന്നാണ് ഈ ഉള്ളിക്കൊട്ട ഒന്ന് ശരിയാക്കിയെടുക്കുക. ബാക്കി രണ്ടും ഓൾമോസ്റ്റ് റെഡി ആയതാണ്. അപ്പോൾ അടിഭാഗത്തുള്ള വേസ്റ്റ് മൊത്തം ഞാനൊരു ബക്കറ്റ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, അതിലോട്ട് തട്ടിയിട്ടോ. പിന്നെ ഉള്ള വേസ്റ്റ് മൊത്തം ബക്കറ്റിലോട്ട് തട്ടാൻ വേണ്ടിയിട്ട് ബക്കറ്റ് അവിടെ തന്നെ ഞാൻ കരുതി വെച്ചു. പിന്നെ ഉപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ഒഴിച്ച് വെച്ചിട്ട് പാത്രങ്ങൾ അവിടെ ഇവിടെ കുറേ കിടക്കുന്നുണ്ട്. മോറല്ലതാണ് കേട്ടോ. മോറല്ലത് കാരണം ഞങ്ങളങ്ങനെ പറയാം, മോറ എന്ന് പറയാം, അതായത് കഴുകല്ലതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് സിങ്കിൽ കൊണ്ടുവന്നിട്ടിട്ട് സ്ലാബിൽ അല്ലറ ചില്ലറ കച്ചറ സാധനങ്ങളൊക്കെ ഇങ്ങനെ തട്ടി തട്ടി വിടുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അടിയിൽ നിന്ന് മൊത്തത്തിൽ അങ്ങോട്ട് അടിച്ചു വാരി എടുത്താൽ മതിയല്ലോ, അതാണ് പ്ലാന്. പിന്നെ ഞാൻ ഫ്രിഡ്ജൊന്ന് തുറന്ന് നോക്കിയത് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നുള്ളൂ, അത്ര വൃത്തികേടായിട്ട് കിടക്കരുത്. നമ്മളിത് സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ച ഒരു ഫ്രിഡ്ജാണ് കേട്ടോ. അപ്പോൾ അന്നേ ഇത് വളരെ മോശമായിട്ടാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറേ ആയിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇട്ട് നോക്കുമ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ഏതായാലും ഈ ഒരു ടൈമിൽ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ സ്ലാബൊക്കെ ക്ലീൻ ചെയ്യാൻ വാങ്ങിച്ചൊരു സാധനമാണ്. അത് സ്പ്രേ ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് തുടച്ച് വൃത്തിയായി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താവുമെന്ന് എനിക്കൊരു പിടിയില്ല. ആദ്യം ഞാൻ വെള്ളം കൂട്ടാതെ തുടച്ചു, അപ്പോൾ എനിക്ക് ശരിയായില്ല. പിന്നെ വെള്ളമൊക്കെ കൂട്ടി അത് തുണിയൊക്കെ നല്ലപോലെ പിഴിഞ്ഞിട്ട് വീണ്ടും സ്പ്രേ ഒക്കെ ചെയ്തിട്ട് നല്ലപോലെ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം അത് കറ പിടിച്ചിട്ടുണ്ട്. എനിക്ക് കറ പിടിച്ചാൽ പിന്നെ ഇതെങ്ങനെ കളയണ്ടേന്ന് എനിക്കൊരു പിടിയില്ല. ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യാറുള്ളത്, വേറെ വഴിയില്ല. എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. അപ്പം ഞാൻ എല്ലാം അങ്ങനെ തുടച്ച് എല്ലാം കഴുകാലത് കഴുകാട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ തുടയ്ക്കാം. ഇത് പിന്നെ എങ്ങനെയായാലും നമുക്ക് കഴുകാൻ പറ്റില്ലല്ലോ. എനിക്കറിയില്ല കഴുകാൻ പറ്റും എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെ ചെയ്യാറില്ല കേട്ടോ. പിന്നെ അകെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൻ്റെ പുറഭാഗം കൂടി ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എനിക്ക് സൗണ്ട് കുറവല്ല, സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകും. കാരണം കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഈ ഒരു പ്രശ്നം കൊണ്ടാണ് ഞാൻ നാട്ടിൽ പോയി നിന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഒരുവിധം എല്ലാ പ്രശ്നവും ഉണ്ടായിട്ടുണ്ട്. കഷ്ടകാലം 2026 മൊത്തം കഷ്ടകാലമാണെന്ന് ഞാൻ പറയണില്ല. ചിലപ്പോൾ മൊത്തം കഷ്ടകാലമായാലും അല്ല, നല്ലതായിരുന്നു. ഓക്കെ, അത് വിട്, നമുക്ക് വിഷയം തെന്നി മാറുന്ന കേട്ടോ. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ എല്ലാ സാധനവും കഴുകിയിട്ട് അതുപോലെ തന്നെ തിരിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടോ. അപ്പോൾ നമ്മൾ ചോറ് വേണമെങ്കിൽ മുന്നേ നമുക്ക് പെട്ടെന്ന് അടിച്ചു വാരിയിടുക. എന്നാൽ പിന്നെ എല്ലാ പണിയും ആ സമയത്ത് ഇപ്പം ഒരു ഭാഗത്ത് ചോറ് വേകുകയാണെങ്കിൽ നമുക്കൊരു ഭാഗത്ത് ക്ലീനിങ് കഴിയണം. അതാണ് ചോറ് വേകുമ്പോൾ നമുക്കൊരുവിധം എല്ലാ പരിപാടിയും കഴിക്കാൻ ചെയ്തിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സമയം ലാഭിക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഈ ടേബിൾ ഉണ്ടല്ലോ, ഇത് എത്ര ഇതിൻ്റെ മുകളിൽ നിന്ന് സാധനങ്ങൾ ഒഴിവാക്കിയാലും പിന്നെ എൻ്റെ അമ്മ പറയും, അപ്പനും അമ്മ ഇല്ലാത്തൊക്കെ ഉണ്ട് ടേബിളിൻ്റെ മുകളിൽ നിന്ന്. അത് സത്യമാണ് കേട്ടോ. ടേബിൾ എത്ര ഒഴിവാക്കിയാലും അതിൻ്റെ മുകളിൽ പിന്നെയും സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കും. എനിക്കത് ചിലപ്പോൾ ഞാൻ തന്നെ ഒക്കെ വെക്കണുണ്ടാവും, പക്ഷെ എന്നാലും അതെന്താണെന്നറിയില്ല, അതൊരു പ്രപഞ്ച സത്യമാണ് തോന്നുന്നില്ലേ. ടേബിൾ എത്ര ഒഴിവാക്കിയാലും അത് പിന്നെയും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ക്ലീൻ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം വേണ്ടേ, അതുകൊണ്ടായിരിക്കും. എല്ലായിടത്തും അടിച്ചു വാരിയിട്ട് ഞാൻ വേഗം ഫ്രിഡ്ജിൽ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രിഡ്ജിലാക്കിയ, ഓൾറെഡി മുട്ട ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സാധനങ്ങൾ കവറിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പുറത്തെടുക്കുകയാണ്. എല്ലാതും പുറത്തെടുത്തിട്ട് ഈ കവറ് ഞാൻ ഇതുപോലെ മടക്കി വെക്കും. ഇനി അടുത്ത ഷോപ്പിങ്ങിന് പോകുമ്പോൾ കൊണ്ടുപോകാമെന്ന് കരുതും, പക്ഷേ ഞാൻ കൊണ്ടുപോകില്ല, മറക്കും കേട്ടോ. ഇത് കൂനാണ് കേട്ടോ. ഞാൻ ഇതുവരെയായിട്ടും വെച്ച് നോക്കിയിട്ടില്ല. അപ്പം ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ.
പിന്നെ കുറച്ച് പച്ചക്കറി, അതായത് ഇത് ഇത്രയും പച്ചമുളകൊക്കെ വാങ്ങിച്ചിട്ടുള്ളൂ. കാരണം പെട്ടെന്ന് ചീഞ്ഞ് പോകും, ഞാൻ വല്ലാതെ യൂസ് ചെയ്യുന്നില്ലല്ലോ. കാരണം ഒറ്റയ്ക്കാകുമ്പോൾ നമ്മൾ അധികം യൂസ് ചെയ്യില്ലല്ലോ. പിന്നെ കുറച്ച് തക്കാളി, കുറച്ച് സവാള, ഇതൊക്കെ തന്നെ വാങ്ങിച്ചിട്ടുള്ളൂ, വേറെ അധികം ഒന്നും വാങ്ങിച്ചിട്ടില്ല. പിന്നെ പാല്, പിന്നെ അവർക്കെല്ലാം ഒരു ക്യാരറ്റ് ഫുഡിൻ്റെ ഗ്രേവി ഇട്ടോ, അപ്പോൾ അതാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ അതൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇത് സ്ലാബ് ഒന്ന് വൃത്തിയാക്കി തുടയ്ക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ അവൻ്റെ കൈ പൊള്ളു. അതുവരെ ഞാൻ ഈ അടുപ്പത്തിൽ ഈ പരിപാടി ഇങ്ങനെ കാട്ടിക്കൊണ്ടിരിക്കട്ടോ. എനിക്കറിയാൻ പാടില്ല എന്തിൻ്റെ കടന്നാവാം, കൈ പൊള്ളണ വരെ ഉണ്ടാവും. എന്നിട്ട് ഫുള്ളായിട്ട് നമ്മുടെ സ്ലാബ് ഒന്ന് വൃത്തിയാക്കി തുടച്ചെടുക്കണം കേട്ടോ. അവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് തോന്നി, അതാണ് വീണ്ടും ഞാൻ ആ ലിക്വിഡ് ഒഴിച്ചിട്ട് തുടക്കാമെന്ന് കേട്ടോ. ഈ വീഡിയോ നോക്കുമ്പോൾ മൊത്തത്തിലൊരു ആട്ടമുണ്ടല്ലേ, കൈ കൊണ്ട് തുടക്കണമെന്നെങ്കിലും ശരീരം മൊത്തം പണിയെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഞാൻ ഒരാഴ്ച വീട്ടിലില്ലെങ്കിൽ ആകെ തകിടം മറിക്കും. കാരണം ഇവിടെ പൂച്ചനെയും കൂടി ഞാൻ ആക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എത്രത്തോളം വൃത്തി മക്കളാക്കി തരുന്നുള്ള കാര്യത്തിൽ അറിയാമല്ലോ. സ്ലാബൊക്കെ തുടച്ച സ്ഥിതിക്ക് നമുക്ക് ഇനി വേഗം അടിച്ചു വരാം കേട്ടോ. സമയം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. വിശന്ന് പണ്ടാറടങ്ങുന്നുണ്ട് കേട്ടോ. നല്ല വിശപ്പായിരുന്നു, പക്ഷേ നമുക്ക് കാര്യമില്ലല്ലോ, എല്ലാം ഒരുങ്ങിയെല്ലാം നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അടിച്ചു വാരി എല്ലാം ആ ബക്കറ്റ് ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്, അതിനാട്ടോ എല്ലാം ഇടുന്നത്. കാരണം പിന്നെ ഒന്നിച്ചങ്ങോട്ട് പുറത്ത് കൊണ്ടുപോയി കളയാലോ വെച്ചിട്ട് അങ്ങനെ അടിച്ചു വാരി ആ ബക്കറ്റ് നമ്മൾ പുറത്ത് കൊണ്ടുപോയി വെക്കുകയാണ് കേട്ടോ. പിന്നെ തിരിച്ചു വരുമ്പോൾ ഞാൻ വേറൊരു ബക്കറ്റിൽ നിറച്ച് വെള്ളം എടുത്തിട്ട് വന്നു. കാരണം നമ്മൾ നീ തുടയ്ക്കുകയാണ്. മടുത്ത് പണ്ടാരടങ്ങി കുറച്ച് ലൈസോൾ ഒഴിച്ചിട്ട് കൈ ഇടുന്നതിന് മുന്നേ നമ്മൾ ചോറ് വെന്തിട്ടുണ്ടോ നോക്കി. ചോറ് വെന്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തീ കുറച്ച് വെച്ച് പോന്നു കേട്ടോ. പിന്നെ നമ്മൾ സിറ്റ് ഔട്ടൊക്കെ ഒന്ന് തുടയ്ക്കാൻ നിന്നു. രാത്രി 9-9:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ നേരത്താണ് ഒടുക്കത്തെ തുടക്കലാണ്, ക്ലീനിങ് അല്ലേ. ഞാൻ ഇങ്ങനെ തന്നെ അധികം രാത്രിയാണ് അധികം പണിയെടുക്കാറുള്ളത്. സിറ്റ് ഔട്ട് തുടച്ച് വന്നപ്പോഴേക്കും നമുക്ക് ചോറ് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഊറ്റിയേക്കാൻ നിന്നു. കുറച്ച് വെള്ളം ഞാൻ ചൂടുള്ള അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ കൂനൊക്കെ ഒന്ന് കഴുകിയിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ അതെങ്ങനെ വെക്കണ്ടേന്നോ എങ്ങനെ ക്ലീൻ ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാൻ അതെല്ലാം പാടെടുത്തിട്ട് കഴുകി ഇങ്ങനെ ചെറുതായിട്ടല്ല ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ട് ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്, അതിലോട്ട് ഇട്ട് കൊടുക്കാണ്ടോ ചെയ്യണത്. കുറച്ച് നേരം ആ ചൂടുവെള്ളത്തിലൊന്ന് കിടക്കട്ടെ എന്ന് കരുതി, എനിക്കറിയില്ല എന്തോ അതങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ചോറ് ഇട്ടായിരുന്നു കേട്ടോ. എന്നിട്ട് കുറച്ച് തീ കൂട്ടി കൊടുത്തു. കുറച്ച് സവാളയും തക്കാളിയും പച്ചമുളകൊക്കെ അരിഞ്ഞെടുത്തിട്ടോ. എന്നിട്ട് നമ്മൾ വേഗം ചട്ടി ചൂടായിട്ട് അതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുത്തു. എന്നിട്ട് ഈ തക്കാളിയില്ല, ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊക്കെ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കണം കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വഴറ്റി കൊടുക്കുക, പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയിട്ട് അതിലോട്ട് നമ്മൾ തക്കാളി അരിഞ്ഞു കൊടുക്കണം കേട്ടോ. ഞാൻ തക്കാളി അരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ പിടിച്ചിട്ട് ഈ അരിച്ചിട്ട് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, മറന്നതാണ് കേട്ടോ അരിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ നല്ലപോലെ വഴറ്റിയിട്ട് തക്കാളി നമ്മൾ അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. കയ്യിലേക്ക് ഇങ്ങനെ അരിഞ്ഞിടുമ്പോൾ കൈക്ക് ഇങ്ങനെ ചൂട് വരും. അപ്പോൾ ഞാൻ കൈ ഇങ്ങനെ പൊക്കി കൊടുത്തിട്ടാണ് അരിയുണ്ടായിരുന്നു. വല്ല ആവശ്യം ഉണ്ടായിരുന്നു, ആദ്യമേ അരിഞ്ഞിട്ടാൽ മതിയായിരുന്നല്ലോ അല്ലേ. അങ്ങനെ നമ്മൾ തക്കാളി അരിഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. കുറച്ച് എന്താ പറയുക, തക്കാളി കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിക്കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറിക്കഴിയുമ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. എനിക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എനിക്ക് കുറച്ചധികം ഗ്രേവി വേണമായിരുന്നു, അതുകൊണ്ട് ഞാൻ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടും കുറച്ച് ഉപ്പും കൂടി ഇടുക, ഉപ്പ് ആവശ്യം ഉണ്ടെങ്കിൽ ഇടുക. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. എന്നിട്ട് ഈ കൂനി അതിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഈ സാധനം ഞാൻ ഗരം മസാലയാണ്, അത് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അറിയാൻ പാടില്ല എന്തോ അതിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ എനിക്ക് എരി കൂടുതലായ പോലെ തോന്നി, അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട് അവിടെ. നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ, എരി കൂടുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. കുറച്ച് ശർക്കര പൊടി ഇട്ട് കൊടുത്തിട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ അറിയുക, നമ്മുടെ എരി കുറഞ്ഞ് കിട്ടും. ടെക്നോളജി എന്നിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കുക. അപ്പോൾ അതൊന്നാണിന് അതങ്ങനെ അവിടെ കിടന്നാവട്ടെ. അപ്പോൾ ഇപ്പുറത്ത് നമുക്ക് കുറച്ച് പാത്രങ്ങൾ കഴുകിയേക്കാണ്ട് അതും കഴുകി വെച്ച് സിങ്കും കഴുകി വെച്ചിട്ട് പാത്രങ്ങളൊക്കെ അതാത് സ്ഥലത്തൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ച് ഇനി നമുക്ക് നാളെ അലക്കാലത് ഞാൻ ഇന്നലെ സോപ്പ് പൊടിയിലിട്ടേക്ക് കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ടുപോയി പുറത്ത് വെച്ചു. അപ്പോൾ ചോറ് ഇട്ട് കഴിഞ്ഞപ്പോൾ ചോറ് വെച്ച് കൊടുക്കുകയും അതുപോലെ കുറച്ച് കയ്യിലുകളുണ്ടായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് കഴുകി വെച്ചു. എന്നിട്ട് സിങ്കൊന്ന് വൃത്തിയാക്കിയിട്ട് ശരിയാക്കി എടുത്തിട്ട് നമ്മൾ
തുടക്കുകയാണ് കേട്ടോ. ഈ തുടക്കണോട് കഴിഞ്ഞ് നമുക്ക് വേഗം കുളിക്കാം. അതാണ്. പിന്നെ നമ്മൾ കുളി കഴിഞ്ഞ് കയറി വരുമ്പോഴേക്കും നമുക്ക് അടുക്കള ഉണങ്ങിയിട്ടുണ്ടാവും. അതാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ ഞാൻ വേഗം തുടച്ചെടുക്കുന്നുണ്ട്. ഓൾറെഡി എന്താ പറയുക, ഒന്നരാടാണ് ഞാൻ തുടക്കാറുള്ളത് കേട്ടോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ പുറത്ത് രാവിലെ അലക്കിയിട്ട് പോയിട്ട് കുറച്ച് ഡ്രസ്സ് ഉണ്ടായിരുന്നു, അതെടുത്തുകൊണ്ട് വന്നു കേട്ടോ. എന്നിട്ട് അതൊന്ന് മടക്കി വെക്കുകയാണ്. ഒന്ന് രണ്ടെണ്ണം ഉണങ്ങിയിട്ടില്ല. അത് മാത്രം അകത്ത് അയലിലിടാൻ എത്തി. സൗണ്ട് ഇടക്കിടക്ക് പോകുന്നു കുറേ നേരം സംസാരിക്കുമ്പോൾ. അങ്ങനെ തുണികളൊക്കെ മടക്കിയിട്ട് അതാത് സ്ഥലത്തൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചിട്ടോ. ഇനി നമ്മൾ ഫുഡ് കഴിക്കാണ്. കുറച്ച് ചോറും ഒരു ചപ്പാത്തിയും നമ്മുടെ മഷ്റൂം ഗ്രേവി. എന്താ പേരില്ലേ, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഡയറ്റ് ആയതുകൊണ്ട് ഞാൻ രാത്രി ഫുഡ് കഴിക്കാറില്ല. പക്ഷേ ഈ ഒരു കൂട്ടാൻ കണ്ടതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ചോറ് കഴിക്കാൻ തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ചോറ് എടുത്തതാണ്. ഇത്ര ചോറൊന്നും എടുക്കാൻ പാടില്ല കേട്ടോ, കുറച്ച് ചോറ് എടുക്കാൻ പാടുള്ളൂ. അങ്ങനെ ഞാൻ ചോറൊക്കെ നല്ലപോലെ കഴിച്ച് ചോറും ചപ്പാത്തിയും കഴിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഉറക്കം വരാൻ വേണ്ടിയിട്ട് ഞാൻ വായിക്കും. വെറുതെ പ്രഹസനം എന്നല്ല, എനിക്ക് ഉറക്കം വരാൻ വേണ്ടിയിട്ട് ഞാൻ വായിക്കും. പണ്ട് മുതലേ ബുക്ക് കണ്ട് ഉറങ്ങുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ കുറച്ച് നേരം ബുക്ക് വായിച്ചിട്ട് ഉറക്കം വരുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയപ്പോൾ ബുക്കൊക്കെ എടുത്ത് വെച്ചിട്ട് മുഖമൊക്കെ കഴുകി വെച്ച് സ്കിൻ കെയറൊക്കെ ചെയ്ത് സെറ്റായി. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.